Hi guys, Mechanic Vlogger here. Welcome to second part of full service of Alto. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്ന് കേൾക്കുമ്പോൾ പുതുതായി കാണുന്നവർക്കായി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ഈ സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. നമ്മൾ ആൾട്ടോയുടെ ഫുൾ സർവീസ് ചെയ്യുന്ന വീഡിയോ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ റിമൂവിങ് സെക്ഷനും സെക്കൻഡ് സ്റ്റെപ്പ് ഇൻസ്റ്റാളേഷനും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ റിമൂവിങ് സെക്ഷൻ ഫസ്റ്റ് പാർട്ടായിട്ട് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാളേഷനാണ്. ഈ ആൾട്ടോ അഷ്റഫ് ഖാൻ്റെയാണ്. റൂട്ട് റെക്കോർഡ്സ് ബൈ അഷ്റഫ് എക്സൽ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ട് 1 നമ്മൾ ചെയ്തതെന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ റിമൂവ് ചെയ്ത പാർട്ടുകളാണ്. ടൈമിംഗ് ബെൽറ്റ്, എയർ ഫിൽറ്റർ, വാൾവ് കവർ, സ്റ്റിയറിംഗ് ബോക്സ്, ബാലൻസ് റോഡ്, ഷോക്ക് അബ്സോർബർ, റിയൽ വീൽ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പിലെ ഫസ്റ്റ് കാറ്റഗറിയായ റിയർ വീലിലോട്ട് പോവാം. ഓൾഡ് ബ്രേക്ക് സിലിണ്ടർ ലീക്ക് ആയതുകൊണ്ട് പുതിയ ബ്രേക്ക് സിലിണ്ടർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് സിലിണ്ടറിൻ്റെ 2 ബോൾട്ട്സും ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അടുത്ത ബ്രേക്ക് ഷൂ ലോക്ക് ചെയ്ത് കൊടുക്കാം. എമരി പേപ്പർ യൂസ് ചെയ്ത് ബ്രേക്ക് ഷൂവും ബ്രേക്ക് ഡ്രമ്മും ക്ലീൻ ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് ഇവിടെ ലൂസായിട്ടാണ് കിടക്കുന്നത്. ബ്രേക്ക് ഷൂ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓപ്പോസിറ്റ് ത്രെഡാണ് ഇവിടെ വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ അഡ്ജസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. നെറ്റ് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. നെറ്റ് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ബ്രേക്ക് ബ്ലീഡിങ് ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. റിയർ ബ്രേക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം ബ്രേക്ക് സിലിണ്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. രണ്ട് പിസ്റ്റണും ഈ രീതിയിൽ വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് കേബിൾ വർക്കാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യൽ. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ലിവറും ജാമായി കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഹാൻഡ് ബ്രേക്ക് പുൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഇത് വർക്കാവുന്നത്. ജാമാവുന്ന 2 ഭാഗങ്ങളാണ് ഇവിടെയും ഇവിടെയും. ഇവിടെ നമുക്ക് ആൻറ്റി റസ്റ്റ് ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ജാം ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. റിമൂവിങ് സെക്ഷനിൽ റിയർ വീൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോക്ക് അബ്സോർബറിലോട്ട് പോവാം. ഷോക്ക് അബ്സോർബർ ബെഞ്ച് വൈസിൽ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആയിരുന്നു ആ സൗണ്ട് വന്നിരുന്നത്. ഫസ്റ്റ് മൗണ്ടിങ് നെറ്റ് ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കാം. പുള്ളർ ഓപ്പോസിറ്റ് സൈഡിലായി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുള്ളർ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. മൗണ്ടിങ്ങും ഫ്രീ ആയിട്ടുണ്ട്. ആണ് സ്റ്റഡ് മൗണ്ടിൻ്റെ ബെയറിംഗ്. ഇത് ഗ്രീസൊന്നുമില്ലാതെ ഡ്രൈ ആയതുകൊണ്ടാണ് ഇങ്ങനെ ടൈറ്റ് വരാനും സൗണ്ട് വരാനുള്ള കാരണം. സ്റ്റഡ് മൗണ്ടിൻ്റെ ഈ റബ്ബർ പ്രോബ്ലം ആയതുകൊണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോക്ക് അബ്സോർബർ കറക്റ്റ് വർക്കിംഗ് ആണ്. ഇത് പ്രോബ്ലം ആണെങ്കിൽ താഴോട്ടും മേലോട്ടും ഫ്രീ ആയിട്ടാണ് വർക്കാവുക. ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോക്ക് മൗണ്ടിങ്ങിൻ്റെ റബ്ബറാണ് ചേഞ്ച് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഓൾഡ് റബ്ബർ. ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഇത് തമ്മിലെ വ്യത്യാസം, ഹൈറ്റ് ഡിഫറൻസ്. കൂടാതെ ബെയറിങ്ങിൽ ഗ്രീസും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോക്ക് അബ്സോർബർ സെറ്റ് ചെയ്യാം. ബെയറിങ്ങിൽ
ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൈനലായി വാഷറും നെറ്റും ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സീറ്റിംഗ് ആക്കി കൊടുക്കാം. ഷോക്ക് മൗണ്ട് ഇവിടെ ഫ്രീ ആയി വർക്കാവുന്നത് കാണാൻ കഴിയും. ഇത് സ്റ്റിയറിങ്ങിനെ ഫ്രീ ആക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുള്ളർ റിമൂവ് ചെയ്യാം. നെറ്റ് ഫൈനൽ ചെക്കപ്പ് ചെയ്ത് കൊടുക്കാം. ഷോക്ക് അബ്സോർബർ ഇൻസ്റ്റാൾ ചെയ്യാം. പുതിയ ലോവർ ആം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലോവർ ആം ബോൾട്ട് ഫുൾ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ലോവർ ആമിൻ്റെ ഈ എൻഡിൽ ബോൾട്ട് ടൈറ്റ് ആക്കുന്നതിന് മുൻപായി ജാക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കാം. ബുഷിൻ്റെ നോർമൽ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബോൾട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി ബാലൻസ് റോഡിലോട്ട് പോവാം. ബാലൻസ് റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് മുൻപായി ഇവിടെ ഔട്ടറിലും ഇന്നറിലും ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബുഷിൻ്റെ ഔട്ടറിലും ഇന്നറിലും ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാലൻസ് റോഡിൽ ബുഷ് വരുന്ന ഭാഗത്ത് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ട് ബുഷിൻ്റെ റൗണ്ട് ഷേപ്പുള്ള ഭാഗം ബാക്കിലാണ് വരുന്നത്. ഇതിൻ്റെ ക്ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ബാലൻസ് റോഡിൻ്റെ ഈ ബുഷും കൂടി ഇൻസേർട്ട് ചെയ്ത് നെറ്റിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ബാലൻസ് റോഡ് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ബാലൻസ് റോഡിൻ്റെ നെറ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം. ബാലൻസ് റോഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്റ്റിയറിങ്ങിലോട്ട് പോവാം. സ്റ്റിയറിംഗ് ബോക്സ് ഡിസ്മാൻഡിൽ ചെയ്യാം. രണ്ട് സൈഡിലെയും ബൂട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റിൽ ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. 30 സ്പാനർ ഇവിടെ യൂസ് ചെയ്തും 90 സ്പാനർ ഇവിടെ യൂസ് ചെയ്തുമാണ് ഇത് റിമൂവ് ചെയ്യുന്നത്. ബാൾ ജോയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലെ ബാൾ ജോയിൻറ്റ് റിമൂവ് ചെയ്താൽ മതി. ഇനി എൻ്റെ നെറ്റ് ലൂസൺ ചെയ്യാം. റാക്ക് അഡ്ജസ്റ്റർ പുറത്തെടുത്തിട്ടുണ്ട്. സ്പ്രിങ് റിമൂവ് ചെയ്യാം. ഡാമ്പർ പാഡ് റിമൂവ് ചെയ്യാം. ഇതാണ് ഡാമ്പർ പാഡ്. ഇത് ലൂസാകുമ്പോഴാണ് സൗണ്ട് വരുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ലൂസാകുമ്പോഴാണ് സൗണ്ട് വരുന്നത്. പിനിയൻ പുറത്തെടുക്കാം. ഇനി റാക്കാണ് റിമൂവ് ചെയ്യുന്നത്. ഇതാണ് റാക്ക് ബുഷ്. റാക്ക് ബുഷിനും ഡാമ്പർ പാഡിനുമാണ് പ്രോബ്ലം ഉള്ളത്. MGPയുടെ ഡാമ്പർ പാഡും റാക്ക് ബുഷുമാണ് മേടിച്ചിട്ടുള്ളത്. റാക്ക് ബുഷ് ഇവിടെ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. റാക്ക് ബുഷിൻ്റെ ലോക്കുകളിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് ലോക്കിൽ നിൽക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബുഷ് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ടുണ്ട്. ഇനി റാക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. റാക്ക് ബുഷിലും അതുപോലെ തന്നെ ബെയറിങ്ങിലും ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. റാക്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
റാക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പീനിയൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുൻപായി പീനിയനിൽ ഗ്രീസിന് ചെയ്ത് കൊടുക്കാം. പീനിയൻ ഇൻസേർട്ട് ചെയ്യാം. പീനിയൻ സ്റ്റോപ്പർ ഇൻസ്റ്റാൾ ചെയ്യാം. ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. റബ്ബർ പാഡാണ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീസ് അപ്ലൈ ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. നെക്സ്റ്റ് സ്പ്രിംഗ് ആണ് വരുന്നത്. ഇതും ഗ്രീസ് അപ്ലൈ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ പ്ലേ സ്റ്റോപ്പ് ആവുന്നവരെയാണ് അഡ്ജസ്റ്റ് ടൈറ്റൻ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി വർക്കിംഗ് ഒന്നുകൂടി ലോക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി റൈറ്റിലോട്ട് പോവാം. ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. സ്റ്റിയറിംഗ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലോട്ട് പോവാം. ടയർ റോഡിൻ്റെ ഇൻസേർട്ട് ചെയ്യാം. ചെയ്ത് കൊടുക്കാം. ടയർ റോഡിൻ്റെ നെറ്റ് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പർ യൂണിവേഴ്സലിൻ്റെ ബോൾട്ട് ലൂസൺ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലോവർ യൂണിവേഴ്സൽ സ്റ്റിയറിങ്ങിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. യൂണിവേഴ്സലിൻ്റെ ബോൾട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ബ്രേക്കിൻ്റെ ഫ്രിക്ഷൻ കൂട്ടുന്നതിനായിട്ട് ഡിസ്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡും ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രേക്ക് പിസ്റ്റൺ പുഷ് ചെയ്ത് കൊടുക്കാം. ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കാലിപ്പർ പിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ലൂസ് ഉള്ളത് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ട് പിന്നും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീസ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ബ്രേക്ക് പാഡിൻ്റെ പ്ലേറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. പാഡ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്യാം. ബോൾട്ട് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റൻ ചെയ്യാം. ബോൾട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. കാലിപ്പർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കാലിപ്പറിൻ്റെ ബോൾട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി ടൈമിംഗ് ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ജാക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻജിൻ മൗണ്ടിങ് റിമൂവ് ചെയ്യാം. രണ്ട് ബെൽറ്റിൻ്റെയും ടൂത്തിൻ്റെ കൗണ്ട് സെയിം ആണ്. ടൈമിംഗ് മാർക്ക് കറക്റ്റായിട്ടാണുള്ളത്. ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ടാങ്ക് പുള്ളിയിൽ ബെൽറ്റ് ഇട്ടതിന് ശേഷം മുകളിൽ ഈ ഭാഗത്ത് നിന്ന് ബെൽറ്റ് ഇൻസേർട്ട് ചെയ്ത് വരാം. ഭാഗത്ത് ലൂസ് ഇല്ലാതെ വേണം ടൈമിംഗ് കറക്റ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഉപയോഗിച്ച് അഡ്ജസ്റ്ററിൽ ബെൽറ്റിൻ്റെ ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബെൽറ്റ് അഡ്ജസ്റ്ററിനെ ഈ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കാം. കവർ ഇൻസ്റ്റാൾ ചെയ്യാം. ബോൾട്ടെല്ലാം ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഡിപ്സ്റ്റിക് ഹോൾഡറിൽ ഗ്യാസ്കറ്റ് മേക്കർ അപ്ലൈ ചെയ്യാം. ലീക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡിപ്സ്റ്റിക് ഹോൾഡർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റാൾ ചെയ്യാം. പുള്ളി ബോൾട്ട് ടൈറ്റൻ ചെയ്യാം. ായി ഒന്നും കൂടെ ടൈറ്റ് ചെയ്യേണ്ടി വരും. വാട്ടർ പമ്പ് പുള്ളി ഇൻസ്റ്റാൾ ചെയ്യാം. വാട്ടർ പമ്പ് പുള്ളിയുടെ 3 ബോൾട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഡൈനാമോ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ബെൽറ്റ് അഡ്ജസ്റ്റർ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. വാട്ടർ പമ്പ് പുള്ളി ഒന്നുകൂടെ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ബോൾസ് എല്ലാം ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. AC ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ബോൾസ് എല്ലാം ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. കംപ്രസർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. AC ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. കറക്റ്റ് അഡ്ജസ്റ്റ് ആണ് ബെൽറ്റ്.
എൻജിൻ മൗണ്ടിങ് ഇൻസ്റ്റാൾ ചെയ്യാം. ബോൾസ് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് പുറത്തെടുക്കാം. എൻജിൻ പുള്ളി ഒന്നുകൂടെ ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഹാമറിങ് ചെയ്താണ് ടൈറ്റൻ ചെയ്യുന്നത്. ടൈമിംഗ് ബെൽറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാൾ കവറിലോട്ട് പോവാം. വാൾ കവറിൻ്റെ ഗ്യാസ്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഗ്യാസ്കറ്റ് മേക്കർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വാൾ കവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. വാൾ കവർ ബോൾസ് എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ കവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പാർക്ക് പ്ലഗിലോട്ട് പോവാം. സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്യാം. സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സ്പാർക്ക് പ്ലഗ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. കോയിൽസ് ടൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഇഗ്നീഷൻ കോയിലിൻ്റെ കണക്ഷൻ കൊടുക്കാം. സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററിലോട്ട് പോകാം. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ക്ലീനർ ഹോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്റർ ടോപ്പ് കവർ ഇൻസ്റ്റാൾ ചെയ്യാം. ഹോസ് ലോക്ക് ചെയ്ത് കൊടുക്കാം. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യാം. ഡ്രെയിൻ പ്ലഗ് റിമൂവ് ചെയ്യാം. ഫിൽറ്റർ ചേഞ്ച് ചെയ്യാം. ഓയിൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഡ്രെയിൻ ബോൾട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. പുതിയ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 10W40 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, സെമി സിന്തറ്റിക്. അപ്പോൾ നമ്മൾ എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഗിയർ ഓയിലിലോട്ട് പോവാം. ഇതാണ് ഗിയർ ഓയിൽ ഡ്രെയിൻ ബോൾട്ട്. ഈ കാണുന്നതാണ് ഓയിൽ ഫില്ലിംഗ് ഹോള്. ഫില്ലിംഗ് ക്യാപ്പ് റിമൂവ് ചെയ്യാം. അതിനുശേഷം ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഗിയർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി റേഡിയേറ്റർ കൂളൻറ്റിലോട്ട് പോകാം. റേഡിയേറ്റർ കൂളൻ ഡ്രെയിൻ ചെയ്യുന്നതിനായി ക്യാപ്പ് റിമൂവ് ചെയ്യാം. റിസർവയർ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ഇതും റിമൂവ് ചെയ്യാം. റേഡിയേറ്റർ കൂളൻ ഡ്രെയിൻ ചെയ്യുന്നതിനായി ഡ്രെയിൻ പ്ലഗ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഹോസ് ഡിസ്കണക്ട് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. കൂളൻ്റ് ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ്കറ്റ് മേക്കർ അപ്ലൈ ചെയ്ത് ഹോസ് തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഹോസ് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കൂളൻ്റ് ഒഴിച്ചു കൊടുക്കാം. 70/30 ആണ് ഇതിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. 30% കൂളൻറ്റും 70% ബാറ്ററി വാട്ടറുമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഡീമിനറലൈസ്ഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റിസർവയർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കൂളൻ്റ് ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി വാട്ടർ ഒഴിച്ചു കൊടുക്കാം. റിസർവയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. റേഡിയേറ്റർ ക്യാപ്പ് ഇൻസ്റ്റാൾ. കാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം റേഡിയേറ്റർ കൂളൻ്റ് ലെവൽ. റേഡിയേറ്റർ കൂളൻ്റ് ചേഞ്ച് ചെയ്തു. ഇനി ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. ബ്രേക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്നതിനായി ക്യാപ്പ് റിമൂവ് ചെയ്യാം. ബ്രേക്ക് ഓയിൽ കംപ്ലീറ്റ് ആയി ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. .3 ആണിവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലീഡിങ് ചെയ്യാം. ഇതിലൂടെ നമുക്ക് പഴയ ഓയിലും ഒഴിവാക്കാൻ കഴിയും. ഇത് 4 വീൽസിലും നമ്മൾ ചെയ്യുന്നുണ്ട്.
പുതിയ ഓയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താണ് ബ്ലീഡിങ് ചെയ്യേണ്ടത്. പഴയ ഓയിൽ ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ഓൾസോ ഓവർ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ ബെസ്റ്റ് പെർഫോമൻസിനായി നമുക്കിതിൻ്റെ ഫ്യൂൽ ഫിൽറ്ററും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫ്യൂൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപായി ടാങ്കിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് തരാം. പ്രഷർ ഒഴിവാക്കുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്ലിപ്പ് റിമൂവ് ചെയ്യാം. രണ്ട് സൈഡിലെയും ക്ലിപ്പ് റിമൂവ് ചെയ്യാം. ബോൾട്ട് ലൂസൺ ചെയ്ത് ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഫ്യൂൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പുതിയ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്ത് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ വർക്ക്സ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ വർക്കെല്ലാം നമുക്കൊന്ന് ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ ഈ സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി റിയർ സൈഡിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് വി ആർ ഡൺ. ഈ സൈഡ് നമ്മൾ ചെക്കപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടാണുള്ളത്. ഫ്രം ദിസ് ടു ദിസ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇനി നമുക്ക് ജനറൽ ചെക്കപ്പ് ഒന്ന് ചെയ്യാം. ഇത് ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്നതിനായിട്ടാണ്. അത് നമുക്ക് എൻജിൻ ഓയിൽ ഡിപ്സ്റ്റിക്ക് വഴി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് മിനിമവും ഇത് മാക്സിമവുമാണ്. ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് നടക്കുന്നത്. ഇനി റേഡിയേറ്ററിലോട്ട് പോവാം. റേഡിയേറ്ററിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റേഡിയേറ്റർ ക്യാപ്പ് എൻജിന് കൂളാണെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യുക. റേഡിയേറ്റർ ക്യാപ്പ് ടൈറ്റായി കിടക്കുകയാണെങ്കിൽ ഇതേ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് തിരിച്ച് ടൈറ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം. ഇപ്പോൾ റേഡിയേറ്ററിൽ കൂളൻ്റ് ഓക്കെയാണ്, ഫുള്ളായിട്ടാണുള്ളത്. നമുക്ക് തിരിച്ച് ക്ലോസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ടാണ് ഇനി റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇനി റിസർവറിലോട്ട് പോവാം. ഫുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതും ഓക്കെയാണ്. ഇനി ബാറ്ററി വാട്ടർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. വൈറ്റ് കളറിൽ കാണുന്നതാണ് ഷെല്ല്. ഇതിൻ്റെ മുകളിലാണ് വാട്ടർ നിൽക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓക്കെ ആയിട്ടാണുള്ളത്. ബ്രേക്ക് ഫ്ലൂയിഡിലോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ മാക്സിമം ലെവലിലാണ് ബ്രേക്ക് ഫ്ലൂയിഡ് കിടക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് വൈപ്പർ വാഷർ ഫ്ലൂയിഡാണ്. ഇവിടെ വാട്ടർ അല്ലെങ്കിൽ വാഷർ ഫ്ലൂയിഡ് യൂസ് ചെയ്യാം. ഗിയർ ഓയിൽ ചെക്ക് ചെയ്യുന്നതും ചേഞ്ച് ചെയ്യുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൾട്ടോയുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അശ്വനൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കാനോട് ഞാൻ ചോദിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇത് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? അടിപൊളിയാണ്. അതായത് ഈ വണ്ടി വാങ്ങിയ കാലത്ത് ഞാൻ ഡ്രൈവ് പഠിച്ചിട്ടില്ല. 10 കൊല്ലം മുമ്പ്. പിന്നെ കുറച്ചായിട്ട് ഞാൻ ഡ്രൈവ് പഠിച്ചേ. അപ്പൊ ഡ്രൈവിംഗ് പഠിച്ചത് ഞാൻ അവിടെ പോയി പഠിച്ചിട്ടില്ല. ഇത് ഇച്ചിരി ഓടിച്ചാണ്. അങ്ങനെ പഠിച്ചതല്ല. മെക്കാനിക്കിന്റെ പോലെ അങ്ങനെ പറയാം. അപ്പൊ അന്നൊക്കെ ഓടിച്ചിരുന്നില്ലേ, അതിന്റെ ഒരു കുറച്ച് ഈ അടുത്ത കാലത്തൊക്കെ നമ്മളെ വണ്ടിയിൽ ഭയങ്കര ബഹളമായി. വണ്ടി വരുന്നുണ്ടെന്ന് കുറച്ചാൾ അറിയും. നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഒന്നുമല്ല, കുറച്ചു കാലമായിട്ട് വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടുണ്ടായില്ല. അപ്പോ ഇവരിന്റെ ഒരുവിധം എല്ലാ ഉള്ളത് സംഭവങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. നല്ല സ്മൂത്തായി, ഗിയറൊക്കെ നല്ല സ്മൂത്തായി, വെള്ളം പോലെ ആയിട്ടുണ്ട്. താങ്ക് യു. ടെസ്റ്റ് ഡ്രൈവിംഗ് ഞാൻ ഈ വീഡിയോയിൽ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഐക്കാന്റെ വീഡിയോയുടെ ചാനലുണ്ട്. വണ്ടി ഒന്ന് എടുത്തു നോക്കാൻ വേണ്ടി വന്നതാണ്. മറ്റേ വണ്ടിയോടെ വന്നില്ല, ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് വേറെ വഴിക്ക് പോവാണ്. തൃശ്ശൂർ കൊണ്ടുപോകാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.